ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതും അധികം ചേരുവകളൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്സാണ്. വീട്ടിൽ വല്ല ഫംഗ്ഷനോ ഗസ്റ്റോ അങ്ങനെ കാര്യം വരുന്നുണ്ടെങ്കിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ്സാണ് കൂടിയാണിട്ടത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ റഫല്ലോ ചോക്ലേറ്റ് ഉണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം വേറെ ഏതെങ്കിലും ചോക്ലേറ്റ് ആയിട്ട് എടുക്കട്ടോ. ഞാനിവിടെ റഫല്ലോ ആണ് എടുത്തിട്ടുള്ളത്. റഫല്ലോ ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് അതായിട്ട് ഉണ്ടാക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഉള്ളത് റഫല്ലോൻ്റെ കവറെല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇനിയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കട്ടത്. നന്നായി അരച്ചെടുക്കണേ, കട്ടൊന്നും കൂടാണ്ട് നന്നായി അരച്ചെടുക്കണം. കണ്ടില്ലേ, ഇതിപ്പോൾ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ബണ്ണാണ്. ഞാനിവിടെ 3 ബണ്ണാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് ബ്രെഡിലും ഉണ്ടാക്കാം. ഞാനിവിടെ ബണ്ണിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ബണ്ണിൻ്റെ നടുക ഒന്ന് മുറിച്ച് വെക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ച റഫല്ലോ ഉണ്ടല്ലോ, അത് തേച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ. ഇപ്പോൾ അത് എല്ലാതും ഇങ്ങനെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാതും ഒന്ന് അടച്ചു വെക്കാം. ഇനി നേരത്തെ അടിച്ചു വെച്ച മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 കപ്പ് പാലൊഴിച്ചൊന്ന് അടിച്ചെടുക്കാം. അതിലുള്ള റഫല്ലോ എല്ലാം ഇതിലേക്ക് ഇങ്ങനെ പാലിലേക്ക് മിക്സാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ബാക്കി പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും മിൽക്ക് മെയ്ഡ് എന്തായാലും ചേർത്ത് കൊടുക്കണം. അത് പകുതിയെ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പഞ്ചസാര പകുതി, മിൽക്ക് മെയ്ഡ് പകുതി. മധുരത്തിന് ആവശ്യമായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുക്കട്ടോ. ഞാനത് എന്നിട്ട് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറോ അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് രണ്ടിലേതോലും ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. എന്നിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ വെണ്ണ ഉണ്ടല്ലോ, അത് 3 വെച്ച് കൊടുക്കാം. ഇതിന് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഒന്ന് ബ്രെഡിൻ്റെ കളർ മാറുന്ന വരെ ഒന്ന് മൊരിയിപ്പിച്ചെടുക്കാം കേട്ടോ. ഒന്ന് കളർ മാറി വരട്ടെ. അത് തിരിച്ചു മറിച്ച് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കണം കേട്ടോ. അത് കണ്ടില്ലേ, ഈ ഒരു കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ടൈമിൽ ഇപ്പോൾ അത് നന്നായി കളർ മാറിക്കണുണ്ടല്ലേ. ഇപ്പോൾ നേരത്തെ മിക്സാക്കി വെച്ച മിൽക്ക് മെയ്ഡും പാലും കൂടി മിക്സാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. പകുതി ഒഴിച്ചു കൊടുക്കട്ടോ. ആദ്യം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുതേ. ഇപ്പോൾ അത് പകുതി പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഈ പാൽ വെട്ടണത് വരെ ഒന്ന് അതിലേക്ക് എടുക്കട്ടെ. പാലൊന്ന് വെട്ടണ വരെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. എന്നാലേ ഉള്ളിലേക്കെല്ലാം പാലെല്ലാം എത്തിയിട്ട് നല്ല സോഫ്റ്റ് ആവുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ച് മറിച്ചിടാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, പാലെല്ലാം വെറ്റി വന്നിട്ടുണ്ട്. ഇനി നേരത്തെ ബാക്കി പാലുണ്ടല്ലോ, അത് ഫുള്ള് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പാലെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അങ്ങനെ ഇരിക്കട്ടെ. ഒരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ പാല് കുറച്ച് കട്ടിയായിട്ട് വരും. ഇത് ഇനി പാല് വെറ്റിക്കരുത് കേട്ടോ. പാല് കുറച്ചൊരു കട്ടിയാവുന്ന രീതിയിലാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ പാല് കുറച്ച് കട്ടിയായിട്ടുണ്ട്. പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. കണ്ടില്ലേ, നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോഴാട്ടോ ഇത് ടേസ്റ്റ് വരിക. ഇനി ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി വന്ന ആ ക്രീം ഉണ്ടല്ലോ, അത് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ് കേട്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
ഇനി ഇത് അതിൻ്റെ മുകളിലേക്ക് ആ ക്രീം ഉണ്ടല്ലോ, ആ ക്രീം ഒഴിച്ചു കൊടുക്കാം. ക്രീം ആരും സ്കിപ്പ് ചെയ്തിട്ടാ, അതാണ് ടേസ്റ്റ് ഇതിൽ. ആ ക്രീമും ആ സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണും കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണിത്. ആ ഒരു ബ്രെഡിൻ്റെ കൂടെ ക്രീമും കൂടി കൂട്ടി കഴിക്കണേ, അങ്ങനെ വേണം കഴിക്കാൻ. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ വേണട്ട് കഴിക്കാൻ. ആ ക്രീം മുകളിൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് രണ്ടും കൂടിയായിട്ട് മെൽറ്റാകുമ്പോൾ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ വരുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പോൾ ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം.